ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ക്രിസ്പി ചീസ് ബോൾസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിതിൽ ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. 150 ഗ്രാം ചിക്കൻ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പിടി മല്ലിയില ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ 1/2 ടേബിൾ സ്പൂൺ സോയ സോസും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൂസിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഈ ഒരു ഡവ് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് ഉരുളയാക്കി പ്രസ് ചെയ്ത ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ മൊസറല്ല ചീസ് ഇതുപോലെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൊസറല്ല ചീസ് തന്നെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതി. ശേഷം ഇതുപോലെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ബോൾസാക്കിയിട്ട് ഓരോന്നോരോന്ന് ബോൾസാക്കിയിട്ട് ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോൾസായി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം മുട്ടയുടെ കോട്ടിങ്സിലും പിന്നെ ബ്രെഡ് ക്രംസിലും മുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുട്ടയും ഉപ്പും കൂടി മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലിതുപോലെ ആദ്യം ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കിയിട്ട് നല്ല ചൂടാവുന്ന ടൈമിൽ നമ്മൾ ഓരോന്നായിട്ട് മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ആ ബ്രെഡിൻ്റെ കോട്ടിങ്സ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ്. നമുക്ക് കുറഞ്ഞ സമയം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം, ഇൻഷാ അല്ലാഹ്.